Hi everyone, welcome back to my channel. It's me Divya Paul. ഇന്നെൻ്റെ ഏസിലിന് 7 മാസമായി. ഏസിലൻ is the youngest member of our crew. ഞാൻ ആദ്യത്തെ 2 കുഞ്ഞുങ്ങളുടെയും മന്ത്ലി ഫോട്ടോസ് എടുത്തിട്ടുണ്ട് till their first birthday. ഇന്നത്തെ ഷൂട്ട് ചാലഞ്ചിങ് ആയിരുന്നു. അമീലിയ ചേച്ചിയും വീട്ടിലുണ്ട്. രണ്ടുപേരെയും മാനേജ് ചെയ്യണം. ലാസ്റ്റ് മന്ത് ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിൽ ഏസിലൻ ഹാൻഡ് സപ്പോർട്ട് ചെയ്തിരുന്നു തുടങ്ങി. അതുകൊണ്ട് ഇന്ന് കുറച്ച് സിറ്റിംഗ് പോസസ് മനസ്സിലുണ്ടായിരുന്നു. ഒരു ത്രോ യൂസ് ചെയ്ത് ഫോട്ടോസ് എടുക്കാമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. ആഫ്റ്റർ സോ മെനി ഫെയിൽഡ് അറ്റംപ്റ്റ്സ് ഈ ത്രോ വർക്കൗട്ട് ചെയ്തതിൽ നിന്ന് മനസ്സിലായി. പിടിച്ചിരിക്കാൻ നോക്കുമ്പോൾ ത്രോ കാരണം സ്ലിപ്പായി പോകുന്നു. ഈ വീഡിയോയിൽ ഞാൻ എടുക്കുന്ന എഫേർട്സും അതുപോലെ തന്നെ ഫേസ് ചെയ്ത ചലഞ്ചസും ഒക്കെ നന്നായി കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ അമ്മി ചേച്ചി ഫ്രണ്ടിൽ തന്നെയുണ്ട്. സത്യം പറയാലോ, നല്ല ക്ഷമ വേണ്ട ഒരു ജോലിയാണിത്. ഞാൻ യൂഷ്വലി ഫോട്ടോസ് എടുക്കുമ്പോൾ ഇൻസ്പിറേഷൻ ഇമേജസ് സേവ് ചെയ്യാറുണ്ട്. പിള്ളേരുടെ കാര്യത്തിൽ പലപ്പോഴും അത് വർക്കാവാറില്ല. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ എന്നല്ലേ. ഫുഡ് കൊടുത്ത് ഹാപ്പി ആക്കിയിട്ട് വേണം പിള്ളേരെ ഫോട്ടോസ് എടുക്കാൻ. പക്ഷെ ചിലപ്പോൾ ഫുഡും കൊടുത്ത് ഡ്രസ്സൊക്കെ ഇടിച്ച് വരുമ്പോൾ അവർ ഉറങ്ങിപ്പോവും. അപ്പോൾ പിന്നെ ഉണരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഡിഫറെൻറ്റ് ആംഗിൾസിൽ ഫോട്ടോ എടുത്ത് നോക്കണം. കുട്ടികളുടെ അറ്റൻഷൻ കിട്ടാൻ ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇന്ന് പക്ഷേ എൻ്റെ കൂടെ അമ്മയാണുള്ളത്. അവൾക്കാണെങ്കിൽ അവളുടെ ഫോട്ടോയും എടുക്കണം. അങ്ങനെ അമ്മി ചേച്ചി കരച്ചിലായി. പിന്നെ ബേബിയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് അവളുടെ ഫോട്ടോ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു വിധത്തിലാണ് സമാധാനിപ്പിച്ചെടുത്തത്. സിറ്റിംഗ് പോസസ് ഇതുവരെ അധികം വർക്കൗട്ട് ആയില്ല കേട്ടോ. സ്മൈലിംഗ് പോസസ് ഒക്കെ കിട്ടിയപ്പം ക്യാമറയും ഫോക്കസ് ആയില്ല. കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് എടുക്കുമ്പം അവരുടെ പേഴ്സണാലിറ്റി അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള ഫോട്ടോസ് എടുക്കാനാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ബേബി ഫോട്ടോ സെഷനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. മിനിമം ഒരു 2 hours എങ്കിലും ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിയാണ് ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത്. ഔട്ട്ഡോർ ഫോട്ടോസ് ഉച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അത്ര വർക്കൗട്ട് ആവില്ല. അതുകൊണ്ടാണ് ഇതുപോലെ നാച്ചുറൽ ലൈറ്റ് ഇടുന്ന ഒരു റൂം സെലക്ട് ചെയ്തത്. ഓരോ ഫോട്ടോയും ക്യാപ്ചർ ചെയ്യുന്നത് ഒരു മൊമെൻറ്റിനെയാണ്. ഈ മൊമെൻറ്റ് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ തപ്പുന്നത് എൻ്റെ ഫോണോ എൻ്റെ ക്യാമറയോ ആയിരിക്കും. എനിക്ക് ഫോട്ടോഗ്രാഫിയോട് പണ്ടേ ഒരു പാഷനുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ കോളേജ് ടൈം മുതലേ അന്ന് മുതലേ എൻ്റെ കയ്യിലൊരു ക്യാമറയുണ്ട്. പാഷൻ കൂടി ഇപ്പോൾ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയും ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 1 year ഫോട്ടോഗ്രാഫി ചെയ്തു. പിന്നെ ബേബി ആയപ്പോൾ ഒരു ബ്രേക്ക് എടുത്തു. നൗ ഐ എം റെഡി ടു സ്റ്റാർട്ട് അഗൈൻ. അപ്പോൾ സമ്മറൊക്കെ അല്ലേ. ഇഫ് എനിവൺ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ടേക്കിംഗ് ഔട്ട്ഡോർ ഫാമിലി പിക്സ്, സെൻഡ് മീ എ മെസ്സേജ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുക്കാം. അതുപോലെ ഈ ഫോട്ടോ സെഷനിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫോട്ടോസ് ഈ വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ ഫുള്ള് കാണണേ. ഇനി അമീലിയയുടെ കുറച്ച് ഫോട്ടോ സെഷനാണ്. Eso.